ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി. ഇതിനു മുമ്പും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ഈ പക്ഷാഘാതം എന്നത്? പക്ഷാഘാതം എന്നത് നമുക്ക് ഒരു സൈഡ്, അതായത് ഇടത്ത് കൈയോ അല്ലെങ്കിൽ ഇടത്ത് കാലോ പെട്ടെന്നുണ്ടാവുന്ന ഒരു സ്തംഭനാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കണ്ണിലെ കാഴ്ചക്കുറവ് വരിക, കുറച്ച് കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ചുണ്ടും എല്ലാം കോടിയ ഒരവസ്ഥ വരിക. പിന്നീട് ചില ആൾക്കാർക്ക് സംസാരത്തിന് ബുദ്ധിമുട്ടാണ്. കൂടുതലും ഇടതേ ഭാഗത്തുള്ള തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ വിഷമം വരുമ്പോഴാണ് ഇതേമാതിരി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്. ഇങ്ങനെ പിന്നെ മുഖ്യമായ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിനകത്ത് രക്തക്കുഴലുകൾ ചെറിയൊരു പൊട്ടലുണ്ടാക്കി രക്തം പുറത്ത് കിടക്കുകയും അത് ആ രക്തം പുറത്തുപോയി അതാത് അവസ്ഥയിലുള്ള ആ മറ്റേ തലച്ചോറിലേക്കുള്ള അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പ്രഷർ വരികയും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്നാൽ ആദ്യമായി ഇത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ ചുണ്ട് കോടുക, സംസാരം പെട്ടെന്ന് മാറുക, നമ്മൾ ഗ്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പോവുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് മനസ്സിലാവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മാക്സിമം എത്ര പെട്ടെന്ന് ഒരു ആസ്പത്രിയിൽ ചെല്ലാൻ പറ്റുമോ അത് നല്ലതാണ്. ആസ്പത്രിയിൽ ചെന്നാൽ ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഡോക്ടർ പരിശോധിച്ച് ഒരു CT സ്കാൻ എടുക്കും. ആ CT സ്കാനിൽ രക്തസ്രാവത്തിൻ്റെ ഇതാണ് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ചികിത്സാ മുറ വേറെയാണ്. രക്തസ്രാവം ഇല്ലെങ്കിൽ രക്തക്കുഴലുകൾ ഉള്ളിൽ നിന്ന് തടഞ്ഞിട്ടാണ് ഈ സ്ട്രോക്ക് വരുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന രക്തക്കട്ടയാവാം, മഹാധമനിയിൽ കൊഴുപ്പിൻ്റെ അംശം ചെന്ന് കയറിയിട്ട് തടസ്സമാവാം. അതിലേറ്റവും മുഖ്യമായത് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ, ചെറിയ രക്തക്കുഴലുകൾ, രക്തക്കട്ടയോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ തടസ്സം ഉണ്ടാവുക. അതിലും സാധാരണ കൂടുതലായിട്ടും ഇൻ്റർവെൻഷനായിട്ടോ ഓപ്പറേഷനായിട്ടോ ചികിത്സിച്ച് രോഗിയെ പൂർണ്ണമായി മാറ്റാനുള്ളത് ഈ കരോട്ടിഡ് എന്ന തലച്ചോറിലേക്ക് പോകുന്ന 2 രക്തക്കുഴൽ, ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉണ്ട്. അതിൽ വരുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ആ ഡെപ്പോസിഷൻ ഏരിയ ചെറിയൊരു ക്രാക്ക് വന്ന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി, ആ ബ്ലഡ് ക്ലോട്ട് തലച്ചോറിൽ, രക്തക്കട്ട തലച്ചോറിൽ പോയി സ്ട്രോക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ അത് അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷനും തുടർന്ന് പരിശോധനയിൽ ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ അതിൽ അസുഖം കണ്ടുപിടിച്ചാൽ അതിന് നമ്മൾ സ്റ്റെൻഡിങ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷനാണ് നല്ലത്. എന്തെന്നാൽ ആ കൊളസ്ട്രോൾ കാര്യങ്ങൾ എല്ലാം എടുത്ത് മാറ്റി നമുക്ക് ആ ഭാഗം കാലിലേക്ക് ഉള്ള ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള അശുദ്ധ രക്തക്കുഴലുകൾ സ്ലിറ്റ് ചെയ്ത് അത് നമുക്കൊരു ആ രക്തക്കുഴൽ വികസിപ്പിക്കാനുള്ളൊരു പ്രക്രിയ കൂടി ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഈ സ്ട്രോക്ക് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനും അതൊരു ചെറിയ ഒരു ടെസ്റ്റാണത്. അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കഴുത്തിൽ പരിശോധിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട അസുഖമുണ്ടോയെന്ന് അറിയാനായിട്ട്. അങ്ങനെ വന്നാൽ അത് നമുക്ക് വലിയൊരു കയ്യിലോ കാലിലോ പാരാലിസിസോ അല്ലെങ്കിൽ കിടക്കമേ ഒരു കിടപ്പ് രോഗിയായി മാറാനുള്ള അവസ്ഥയോ എല്ലാം മാറ്റി പൂർവ്വസ്ഥിതിയിലേക്ക് ചെറിയ മരുന്നുകൾ മാത്രം കഴിച്ച് സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ അത് രോഗിക്ക് മാത്രമല്ല വീട്ടിലെ ആൾക്കാർക്ക് കൂടെ അത് ഒരു ബുദ്ധിമുട്ടാവും. അവർ എല്ലാ കാര്യങ്ങൾക്കും 1-2 പേർ സഹായം വേണം. കിടപ്പാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും രോഗിക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇത് കൂടാതെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ പോയിൻ്റ് കൂടെയുണ്ട്. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിസിക്കൽ വിഷമം കൂടാതെ മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ, നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം. മൂന്നാമത്തെ, പലപ്പോഴും വീട്ടിലെ ബാക്കിയുള്ള കുട്ടികൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ പിന്നെ
നമ്മളിലും പ്രായം കൂടിയ ആൾക്കാർക്കോ എപ്പോഴും ഒരു സഹായം വേണ്ടി വരുന്ന അവസ്ഥ, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ പക്ഷാഘാതത്തിൻ്റെ സിംറ്റം മനസ്സിലായാൽ ഉടനെ ആസ്പത്രിയിൽ കൊണ്ടുപോകണം. അതിനുള്ള പ്രഥമ ശുശ്രൂഷ 3 മണിക്കൂർ വരെയാണ് പണ്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ 5-5.5 മണിക്കൂർ വരെ നമുക്കത് ആ രക്തക്കെട്ട അലിയിച്ച് കളയാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് ഈ ഡോപ്ലർ ടെസ്റ്റ് ചെയ്താൽ ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുള്ളിൽ കൊളസ്ട്രോളോ ബ്ലഡ് ക്ലോട്ടോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്കൊരു ഓപ്പറേഷനിലൂടെ രോഗിയെ പൂർവാധികം പഴയ മാതിരി നോർമലായിട്ടുള്ള ജീവിത രീതി കൊണ്ടു നടക്കാനും ജീവിതം ആസ്വദിക്കാനും പറ്റും. താങ്ക് യു വെരി മച്ച്.